ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കാർട്ടൂണിസ്റ്റ് യേശുദാസൻ രചനയും സംവിധാനവും നിർവഹിച്ച ഒരു വിനോദ മാസിക ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് അസാധു എന്നാണ്. ഈ അസാധുവിൽ വരുന്ന തമാശകൾ വായിച്ചും അതിലെ കാർട്ടൂണുകൾ കണ്ടും നർമ്മഭാവനകൾ ആസ്വദിച്ചുമാണ് സത്യത്തിൽ എനിക്ക് ഈ തമാശയോടും തമാശക്കാരോടും തന്നെ വലിയ സ്നേഹമായിരുന്നു. ഞാൻ തന്നെ ഒരു തമാശക്കാരനായിട്ട് മാറിയത്. അത് കഴിഞ്ഞ് പിന്നെ യേശുദാസൻ കട്ട് കട്ട് എന്ന് പറഞ്ഞൊരു സിനിമാ പ്രസിദ്ധീകരണം ആരംഭിച്ചു. പിന്നീട് അദ്ദേഹം അവരുമായിട്ട് തെറ്റി ടക്ക് ടക്ക് എന്ന പേരിൽ മറ്റൊരു പ്രസിദ്ധീകരണം ആരംഭിച്ചു. ഞാൻ അതാത് കാലത്ത് ഇതെല്ലാം വായിച്ചിരുന്ന ആളാണ്. എനിക്ക് ഈ യേശുദാസൻ്റെ കാർട്ടൂണുകളും അതിൽ കാർട്ടൂണിസ്റ്റ് മന്ത്രിയും ശങ്കരനാരായണനും മറ്റാളുകളൊക്കെ വരച്ചുകൊണ്ടിരുന്ന കാർട്ടൂണുകളും ഇവരുടെയൊക്കെ നർമ്മഭാവനകളും ഒക്കെ ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. കാരണം അത്രയും നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയും കോരി ധരിപ്പിക്കുകയും ചേരുന്ന സംഗതികളാണ് അതിൽ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ കാർട്ടൂണിസ്റ്റ് യേശുദാസിനോടുള്ള ആ ഒരു കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാം. ആലുവ UC കോളേജിൽ ചേർന്നപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് കോളേജ് ലൈബ്രറിയിൽ നിന്ന് സഞ്ജയൻ്റെയും EV കൃഷ്ണപിള്ളയുടെയും കൃതികൾ എടുത്ത് വായിക്കുക. കുറച്ച് കാലപ്പഴക്കമുള്ളവയാണ് എങ്കിലും അതും എന്നെ വല്ലാതെ രസിപ്പിച്ചു എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല. ഈ സഞ്ജയൻ്റെ മറ്റുമൊക്കെ ചില തട്ടുകൾ ഞാനും ഇതിനിടയിൽ പോലും നമ്മൾ ചിലപ്പോഴൊക്കെ പരാമർശിക്കാറുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടും പറയാതെ. അപ്പോൾ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ അതുപോലുള്ള ഹാസ്യ സാഹിത്യകാരന്മാരാരുമില്ല. പിൽക്കാലത്ത് വേളൂർ കൃഷ്ണൻകുട്ടി ഉണ്ടായിരുന്നു, സിനിമാ നടൻ അടൂർ ഭാസി ഉണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ കാലം കഴിഞ്ഞു പോയി. വേളൂർ കൃഷ്ണൻകുട്ടി മരിച്ചു, അടൂർ ഭാസി മരിച്ചു, ബഹദൂർ മരിച്ചു. പിന്നെ കുതിരവട്ടം പപ്പു എന്നെ പോലുള്ള പ്രതിഭകളാണ് ഉണ്ടായത്. ജഗതി ശ്രീകുമാറും കഴിഞ്ഞ് ഇപ്പോൾ സുരാജ് വെഞ്ഞാറമൂടിൽ വന്ന് നിൽക്കുക. ഈ വെഞ്ഞാറമൂടിൻ്റെയൊക്കെ തമാശ എന്ന് പറഞ്ഞാൽ വലിയ തമാശയൊന്നുമില്ല, അത് അന്തസാരവിഹീനമായ ചില കോമാളിത്തരങ്ങൾ മാത്രമാണ്. ഞാൻ പറയാൻ വന്നത് അതിനെക്കുറിച്ചല്ല. ഇപ്പോഴത്തെ കാലത്ത് മനുഷ്യർക്ക് ചിരിക്കണമെങ്കിൽ എന്തായിരുന്നു വെച്ചാൽ ദേശാഭിമാനി പത്രം ദിവസവും വായിക്കുക എന്നുള്ളതാണ്. ദേശാഭിമാനി വായിച്ചാൽ നമുക്ക് ഓരോ ദിവസം ചിരിക്കാൻ ഒരുപാട് വക അതിൻ്റെ അകത്തുണ്ടാവും. ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു കണ്ടെത്തൽ നടത്തിയത്. അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോയുടെ ഉദ്ദേശം. നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഇനി ദേശാഭിമാനി എന്തെങ്കിലും കാരണവശാൽ വരുത്താൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ കയറ്റുന്നതിന് നിങ്ങളുടെ വീട്ടിലെ മറ്റ് സാധു ബന്ധുക്കൾ എതിരാണെങ്കിൽ ദേശാഭിമാനി വായിക്കണ്ട, വേറൊരു പണി ചെയ്യാം. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ യൂട്യൂബിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഒരു പേജുണ്ട്, അത് ലൈക്ക് ചെയ്താൽ മതി, അത് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അത് സബ്സ്ക്രൈബ് ചെയ്തു. എല്ലാ ദിവസവും ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവനകൾ എനിക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് നേരം വായിച്ച് രസിക്കാനും ഓർത്തോർത്ത് ചിരിക്കാനും ഉള്ള വക അതിൻ്റെ അകത്തുണ്ട്. അത് മിക്കവാറും ദിവസങ്ങളിലും സഖാവ് ഗോവിന്ദൻ മാഷായിരിക്കും, അല്ലെങ്കിൽ MV ജയരാജനായിരിക്കും, അതുമല്ലെങ്കിൽ M സ്വരാജായിരിക്കും, ചിലപ്പോഴൊക്കെ മുഹമ്മദ് റിയാസായിരിക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ആരെങ്കിലും മെമ്പർമാരായിരിക്കും, അല്ലെങ്കിൽ പുത്തലത്ത് ദിനേശനായിരിക്കും. ആരായാലും ഭാഷാശൈലിയൊക്കെ ഒന്ന് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഇത് എഴുതുന്ന ആൾ ഒന്ന് തന്നെയായിരിക്കും. ഓരോ ദിവസവും ഓരോരുത്തരുടെ പേരിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. ചില ദിവസങ്ങളിൽ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് സഖാവ് പിണറായി വിജയനായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പല ധീര സഖാക്കളുടെയും പ്രസ്താവനകൾ ദൈനംദിന അടിസ്ഥാനത്തിൽ വായിക്കാനും രസിക്കാനും ആസ്വദിക്കാനും ചിരിക്കാനും നമുക്ക് അവസരം നൽകുന്ന ഒരു പേജാണ്, അല്ലെങ്കിൽ ഒരു ഐറ്റമാണ് ഈ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ്. അത് നമ്മുടെ ഫോണിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എന്നെ വല്ലാതെ രസിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു പോസ്റ്റ് സഖാവ് MV ജയരാജൻ ഇട്ടതാണ്. ജയരാജൻ അറിയാമല്ലോ, പണ്ട് ഹൈക്കോടതി ജഡ്ജിമാരെ ശുംഭന്മാരെന്ന് വിളിച്ച് കോടതി അലക്ഷ്യ നടപടി നേരിടുകയും ഏതാനും മാസം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്ത ആളാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ രസികത്വത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. പുള്ളി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഈ പാർട്ടി സഖാക്കൾക്ക്, പ്രത്യേകിച്ച് DYFIക്കാർക്ക് ക്യാപ്സൂളുകൾ വിതരണം ചെയ്യുന്ന പുതിയ സമ്പ്രദായം ആരംഭിച്ചത്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ക്യാപ്സൂൾ ജയരാജൻ എന്നൊരു പേര് കൂടിയുണ്ട്. ഈ വെടികൊണ്ട ജയരാജൻ എന്ന് പറയുന്നത് സഖാവ് EP ജയരാജനാണ്. ഇടക്കാലത്ത് സംസ്ഥാനത്ത് വ്യവസായ മന്ത്രിയായിരുന്നു അദ്ദേഹമാണ് EP ജയരാജൻ. P ജയരാജൻ എന്ന് പറഞ്ഞ RSSകാരന് വെട്ടുകൊണ്ട ജയരാജനാണ്. ഇത് വെടികൊള്ളാനും വെട്ടുകൊള്ളാനും നിർഭാഗ്യമില്ലാതെ പോയ, അതേ സമയത്ത് കോടതിയലക്ഷ്യ കേസിൽ ജയിലിൽ പോയ ജയരാജൻ, അതാണ് MV ജയരാജൻ. അപ്പോൾ അദ്ദേഹം ഈ ക്യാപ്സൂൾ ജയരാജൻ എന്നും പുള്ളിക്കൊരു പേരുണ്ട്. ഇദ്ദേഹം കുറേ കാലം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ, മുഖ്യമന്ത്രിയല്ല മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ സഖാവ് ജയരാജൻ പറയുന്നത് എന്തെന്നാൽ, നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, പഴയ മുഖ്യമന്ത്രിയല്ല, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ ഒരു ഭയങ്കര അഹങ്കാരിയാണ്
എന്നാണ്. സതീശൻ അഹങ്കാരിയാണ് എന്ന് CPM-കാർക്ക് മാത്രമല്ല, CPI-കാർക്കും BJP-കാർക്കും മാത്രമല്ല, ഐക്യമുന്നണിയിൽ തന്നെ ഉള്ള ആളുകൾക്കും അഭിപ്രായമുണ്ട്, കോൺഗ്രസ്സുകാർക്കും ആ അഭിപ്രായമുണ്ട് എന്നാണ് ജയരാജൻ സഖാവിൻ്റെ പ്രസ്താവനയിൽ പറയുന്നത്. ഒരു കാര്യം ശരിയാണ്, ഈ VD സതീശൻ ഉമ്മൻചാണ്ടിയെ പോലെയോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ പോലെയോ അതും അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയോ വിനയാന്വിതനായിട്ടുള്ള ഒരു നേതാവല്ല. വിനയം അദ്ദേഹത്തിൻ്റെ വലിയൊരു ഗുണമല്ല. മുഖ്യമന്ത്രി ആയ ശേഷമാണ് പുള്ളി കുറച്ചെങ്കിലുമൊക്കെ ജനകീയരാവാൻ ശ്രമിച്ചു തുടങ്ങിയത്. ഈ VD സതീശൻ ഒരു അര പിണറായിയാണ് എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് ഞാൻ മാറ്റി പറയല്ല. പക്ഷേ VD സതീശൻ എത്ര അഹങ്കരിച്ചാലും ഇതിനു മുമ്പിരുന്ന മുഖ്യമന്ത്രികളാവാൻ പറ്റിയില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്ന ആളാണ് ആര്? സഖാവ് MV ജയരാജൻ. ആ ജയരാജനാണ് പറയുന്നത് VD സതീശൻ്റെ അഹങ്കാരം സഹിക്കവയ്യ. ഇത്ര അഹങ്കാരിയായ ഒരാളെ കണ്ടിട്ടേ ഇല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഒഫീഷ്യൽ പേജിൽ പങ്കുവച്ചിട്ടുള്ള പ്രസ്താവനയിൽ പറയുന്നത്. ഇതൊരു പ്രസംഗത്തിൽ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സുഹൃത്ത് സദസ്സിൽ പറയുകയാണെങ്കിൽ മനസ്സിലാക്കാം. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന ഔദ്യോഗികമായ ചുമതല വഹിച്ചുകൊണ്ട് പാർട്ടിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ അദ്ദേഹം എഴുതിയ ചെറു ലേഖനമാണ് സതീശൻ്റെ അഹങ്കാരം. അതാണ് വിഷയം. അപ്പോൾ ഇതിനു മുമ്പുണ്ടായിരുന്ന മുഖ്യമന്ത്രിയുടെ രീതി എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ അഹങ്കാരമായിരുന്നോ, ധാർഷ്ട്യമായിരുന്നോ, ഔദ്ധത്യമായിരുന്നോ, അതോ മറ്റു വലുതുമായിരുന്നു? നമുക്കൊക്കെ സംശയമുണ്ട്. പത്രപ്രവർത്തകരുടെ കടക്ക് എന്ന് പറയുന്നൊരു മുഖ്യമന്ത്രി നമ്മൾ കണ്ടിട്ടുണ്ട്, ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ദളവാഭരണം നടത്തിയ പട്ടം താണുള്ളേക്കും ഇത്രയും ഔദ്ധത്യം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ പത്രലേഖകരെ കണക്കിന് പരിഹസിച്ച EK നായനാർക്കും ഇത്രയും നർമ്മബോധം ഉണ്ടായിരുന്നില്ല. എടോ ഗോപാലകൃഷ്ണ എന്ന് കേരളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൻ്റെ പത്രാധിപനെ അഭിസംബോധന ചെയ്യാനുള്ള ആ ധൈര്യം മറ്റൊരു പാർട്ടി സെക്രട്ടറിക്കും ഉണ്ടായിട്ടില്ല. അതേ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത്. അതുമല്ലെങ്കിൽ കത്തോലിക്ക ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിശേഷിപ്പിക്കാനുള്ള ആ ഒരു വിനയം, അതും നമ്മൾ പിണറായി വിജയനിൽ മാത്രമേ കണ്ടുള്ളൂ. അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ നമുക്ക് എണ്ണിപ്പറയാൻ കഴിയും. ഈ വിരട്ടലും വിലപേശലും ഒന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് പറയുന്നൊരു മുഖ്യമന്ത്രി ഓർമ്മയുണ്ട്. ഈ 51 വെട്ടുവെട്ടി കൊന്ന ഒരു പാർട്ടിക്കാരനെ എന്താണ് കുലംകുത്തി, കൊല ചെയ്യപ്പെട്ടാലും കുലംകുത്തി ആണ് എന്ന് വിശേഷിപ്പിച്ച വേറൊരു നേതാവിനെ പോലൊരു മനുഷ്യജീവിയെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരാൾ മാറി പുതിയ ആൾ വന്നപ്പോഴാണ് ഇദ്ദേഹത്തിന് അഹങ്കാരം കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പോൾ ഈ ജയരാജൻ സഖാവിന് പിണറായിയെക്കുറിച്ച് എന്തായിരുന്നു അഭിപ്രായം? എനിക്കത് അറിയാൻ വളരെ താല്പര്യമുണ്ട്. സതീശൻ അഹങ്കാരിയാണെങ്കിൽ പിണറായി വിജയൻ എന്തായിരുന്നു എന്ന് പറയാൻ അത് ഈ 3.5 കോടി മലയാളികളോട് തുറന്ന് പറയാനുള്ള ഒരു ഉത്തരവാദിത്വം MV ജയരാജനുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജയരാജൻ ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴെങ്കിലും, ഇനി പിണറായി വിജയൻ്റെ കണ്ടടഞ്ഞതിന് ശേഷമാണെങ്കിൽ പോലും അത് പറയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, എൻ്റെ പ്രത്യാശ അങ്ങനെയാണ്. സതീശനാണോ വിജയനാണോ കൂടുതൽ അഹങ്കാരി, അല്ലെങ്കിൽ ആർക്കാണ് കൂടുതൽ ധാർഷ്ട്യം, ആർക്കാണ് കൂടുതൽ ഔദ്ധത്യം, ആർക്കാണ് കൂടുതൽ തലക്കനം എന്ന് പറയാനുള്ളൊരു ബാധ്യത, ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് പറഞ്ഞതുകൊണ്ട് എൻ്റെ ചിരകാല സുഹൃത്തായ സഖാവ് ജയരാജൻ എന്നോട് പിണങ്ങുകയില്ല എന്ന് വിചാരിക്കുന്നു. ലാൽ സലാം.